ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് മാഞ്ചുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. ഇന്നിപ്പോൾ ഫ്രൈഡേ ഒരു 2 മണിയോടുകൂടി അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് സൺഡേ മോർണിംഗിൽ 10 o'clockനാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത്. ഞാനും രാജീവും ഏഞ്ചലുമാണ് ഇപ്രാവശ്യം ഉള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന്. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ട് രഞ്ജിത്തും അവരുടെ ഫാമിലിയുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി താമസിക്കാൻ വേണ്ടി പോവുക കേട്ടോ. അങ്ങോട്ടുള്ള വഴികളാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ടൊരു 20 മിനിറ്റ് ആയതേ ഉള്ളൂ. പുറത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറിനടുത്താണ് ഈ സ്ഥലമുള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാം കേട്ടോ. ഞങ്ങൾ 3 പേര് പോകുന്നതെന്ന് പറഞ്ഞല്ലേ. അച്ഛൻ വണ്ടി ഡ്രൈവ് ചെയ്യുന്നു, ഏഞ്ചൽ പുറകിൽ. അങ്ങനെ നമ്മൾ പറഞ്ഞ് അക്കോമഡേഷൻ്റെ അടുത്ത് നമ്മൾ ഏകദേശം എത്തി. ഈ സൈഡിൽ കാണുന്ന ഇതൊക്കെയാണ്, ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നു കേട്ടോ. അത് നോക്കി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. ഇത് ഒരു ഓഫീസ് റൂം പോലെ ഒരു റൂം. ഇതെല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ കനാൽ ഫ്രണ്ട് വീട്ടിലെത്തി. അതുകൊണ്ട് എന്തൊരു സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി അല്ലേ. ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ്. ഇത് ഡബിൾ സ്റ്റോറി അല്ലേ. മുകളിലും ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. നോക്കി എന്ത് വലിയ കിച്ചണാണ്. വീട്ടിലാണ് അടുക്കള കിടന്നും പണിത് മടുത്തിട്ട് വന്ന ഞാൻ ഈ കിച്ചണിലോട്ട് ഞാൻ കയറുകയില്ല. ഇഷ്ടം പോലെ എല്ലാവരും. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കനാല്. ഇഷ്ടം പോലെ ഇതുപോലത്തെ വീടുകൾ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലോ. ഓവൻ, മൈക്രോവേവ്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ കണ്ടോ. കിച്ചൻ്റെ അകത്ത് നമ്മളിവിടെയൊക്കെ വീടുകളെടുത്തുന്നാൽ എല്ലാം ബേസിക് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടോ, സ്റ്റൗ ഉണ്ട്, പിന്നെ കോഫി മേക്കർ, ഗ്ലാസുകൾ, പാത്രങ്ങൾ എല്ലാം, പിന്നെ ഫ്രിഡ്ജ്. നമ്മൾക്ക് വേണ്ടി അവരൊരു വെൽക്കം ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. ബെഡ്റൂമുകളൊക്കെ മുകളിലാണെന്ന് തോന്നുന്നു. നല്ല സ്റ്റെയറൊക്കെ ആയിട്ട് മുകളിലോട്ട് വന്നപ്പം ഇതിങ്ങനെ ഒരു ചെറിയൊരു ഏരിയ നമുക്ക് ഇരിക്കാനും പിള്ളേർക്ക് TV കാണുന്നതിലൊക്കെ. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. അങ്ങോട്ടൊക്കെ ഒരു ബെഡ്റൂം കാണുന്നുണ്ട് കേട്ടോ. നോക്കാം. ഇത് പിന്നെ ഇത് ഷവറും ടോയ്ലറ്റൊക്കെ ഉള്ള ഏരിയയാണ്. ഇത് വേറൊരു ബെഡ്റൂമാണ്. അപ്പം ബെഡ്റൂം എല്ലാം തന്നെ സെയിം ഡിസൈനിൽ അവർ വെച്ചേക്കുന്നു അല്ലേ. ബെഡ്റൂമിന് അകത്ത് തന്നെ ഒത്തിരി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, സ്റ്റോറേജ്, അതിൻ്റെ കബോർഡുകളൊക്കെ ഉണ്ട്. ബാത്റൂം, ഷവറ്, പിന്നെ ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം കണ്ടോ, എൻ്റെ വ്യൂ കണ്ടോ, കനാലിലേക്കാണ്.
അവിടെ നിന്ന് ഇറങ്ങിയെന്നാൽ ഒരു ചെറിയ കണ്ടോ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്. ഇത് എൻ്റെ മുമ്പ് നമ്മൾ താഴത്തെ ഫ്ലോറിലായിരുന്നു നമ്മൾ കിച്ചൺ. ഒന്നോക്കി. ഓ എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേടി ഏഞ്ചലേ. ട്രിൻസി ഇഷ്ടപ്പെട്ടോടി? എലിന് ഇഷ്ടപ്പെട്ടോടി? പാപ്പു ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ബെഡ്റൂം താഴെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം സെയിം ഇതിലേക്കുള്ള ബെഡ്റൂമുകളെല്ലാം സെയിം ഡിസൈനാണ്. പിന്നെ വാഷിംഗ് മെഷീന്, ഡ്രയർ ഒക്കെ ഉണ്ട്. ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ താഴെ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അല്ലേ, കനാൽ വ്യൂ ആയിട്ടുള്ള. എന്നിട്ട് നോക്കി കനാൽ കാണുന്നുണ്ട്. നമുക്ക് ബോട്ടുണ്ടെങ്കിൽ ബോട്ട് നിർത്താനുള്ള ഇതാണിത്. നമ്മൾ ബോട്ടും കൊണ്ടല്ല വന്നേക്കുന്നത്. അച്ഛാ എങ്ങനെയുണ്ട്? ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടോ? കണ്ട ബോട്ടുകളൊക്കെ അങ്ങ് ഓരോരോ വീടിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ ബോട്ടുകൾ നിർത്തിയിട്ടേക്കുന്നുണ്ടോ? അതുപോലെ ഇഷ്ടം പോലെ വീടുകളുണ്ട് കേട്ടോ. കണ്ടോ എല്ലാം ഇങ്ങനെ വാട്ടർ ഫ്രണ്ട് വീടുകൾ. അതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇതുപോലെ ബോട്ടിങ്. ഇവിടെ നമുക്ക് കയാക്കിങ് ചെയ്യാം. പിന്നെ ക്രാബ് പിടിക്കാൻ അവർ പറഞ്ഞു വേണമെങ്കിൽ. പിന്നെ ഫിഷിങ്ങിനൊക്കെ സൗകര്യമുണ്ട്, ചൂണ്ടയിടാനും ഒക്കെ. പിന്നെ നേരത്തെ ഞങ്ങൾ കുറച്ച് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ക്രിസ്മസ് ടൈം ആകുമ്പോഴേ ഇവിടെ ഇങ്ങനെ ഒത്തിരി ഞങ്ങൾ അന്നേരം ഇവിടുത്തെ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വേണ്ടി വന്നിരുന്നു. ഇവിടെയുള്ള ബോട്ടുകളിലും വീടുകളിലൊക്കെ ഇവർ ക്രിസ്മസ് ഭയങ്കര ഡെക്കറേഷനാണ്. അതിൻ്റെ കൗൺസിലും കൂടെ, ഇവിടുത്തെ കൗൺസിലും കൂടെ അതിൻ്റെ അകത്ത് ഭാഗമുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഈ കനാലിൽ കൂടെ നമ്മളെ അത് ബോട്ടിൽ വന്ന് നമുക്കത് കാണാൻ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെയുള്ളൊരു സൗകര്യം ഉണ്ട്. ഞങ്ങൾ നേരത്തെ അങ്ങനെ ഇവിടെ വന്ന് ഈ കനാലിൽ കൂടെ ഇങ്ങനെ വന്നിട്ടുള്ളായിരുന്നു. അന്നേരം ഒന്നും ഓർത്തില്ല ഇങ്ങനെ ഒരു വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റുമെന്ന്. അപ്പം നമ്മൾ കണ്ടോ എന്ത് വീടുകളാണ് ഇതെല്ലാം. ഇവിടുത്തെ ടൂറിസ്റ്റ് ആൾക്കാർ താമസിക്കുന്നതുകൊണ്ട് ഇതുപോലെ ടൂറിസത്തിന് വേണ്ടി കൊടുക്കുന്നതും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ വന്നതേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. രഞ്ജിത്തെ വന്നപാടെ എല്ലാവരും കൂടെ എല്ലാം എടുത്തൊക്കെ വെച്ച് നമ്മൾക്ക് നമ്മുടേതായ കുറച്ച് ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. അങ്ങനെ ഒരു ഇഷ്ടം പോലെ പാത്രങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അടുത്തൊരെണ്ണം തുറന്നു നോക്കട്ടെ. അതിൻ്റെ തന്നെ ഗ്ലാസ്സുകൾ ഒരു നമ്മൾ അങ്ങനെ ഇവിടുത്തെ മിക്കവാറും എല്ലാ അക്കോമഡേഷനിലും നമ്മളെവിടെയൊക്കെ പോയാലും നമുക്ക് കാണാൻ പറ്റും. മിക്കവാറും നമുക്ക് ബേസിക്കായിട്ട് വേണ്ട എല്ലാ സാധനങ്ങളും, പ്ലേറ്റുകളും ഗ്ലാസ്സുകളും എല്ലാം ഇവിടുത്തെ അക്കോമഡേഷനിൽ. ഇതന്നെയാണ് നമ്മുടെ മീൻചട്ടി പോലെ കണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ മലയാളികൾ വലിയ ഗ്രൂപ്പായിട്ട് വരുമ്പം നമ്മൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ വലിയ വലിയ പാത്രങ്ങളൊക്കെ കൊണ്ടുവരണം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടു കൂടിയാണ് സാധാരണ നമ്മൾ ഇവിടുത്തെ ഇങ്ങനത്തെ അക്കോമഡേഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അതിവിടെ ഉണ്ട്. വൈൻ ഗ്ലാസ്സുകൾ, അങ്ങനത്തെ ഗ്ലാസ്സുകളെല്ലാം അടുക്കി വെച്ചേക്കുന്നു. നല്ല ഭംഗിയില്ല കാണാൻ. ഇതൊക്കെ ആയിട്ട് വേണം വൈകുന്നേരം നമ്മൾ സൺസെറ്റ് കാണാനിരിക്കുമ്പോൾ ഈ ഗ്ലാസ്സൊക്കെ നമുക്ക് ഉപയോഗിക്കണ്ടേ. പിന്നെ ക്രാബിനെ പിടിക്കാനുള്ള നെറ്റ്. നമ്മളെ ഇപ്പം വന്നപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു. നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അന്നേരം നമ്മളുണ്ട് അവിടെ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ ആയിട്ടാണ് വന്നത്. അത് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കുക കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ബാക്കി എല്ലാ പരിപാടിക്കും പോവുള്ളൂ. അതെ.